സോഷ്യൽ മീഡിയയിലെ മലയാളി മനോരോഗികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിനകത്ത് ഞങ്ങൾ 3 വിഷയങ്ങൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായ 3 വിഷയങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു. അതിലൊന്ന് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, മറ്റ് 2 സിനിമയുമായി ബന്ധപ്പെട്ടതാണ്, മലയാള സിനിമയുമായിട്ട്. ആദ്യത്തെ ഇതിലേക്ക് വരാം. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് KS ശബരിനാഥൻ, G കാർത്തികേയൻ്റെ മകൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ട ഒരു പോസ്റ്റ്, സ്കൂൾ പ്രവേശനത്തിന്, സ്കൂൾ തുറക്കുന്നു ജൂൺ 2-ന്, അവരുടെ ഏക മകനെ സ്കൂളിലേക്ക് അയക്കുന്നതിനെ പറ്റി അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ്. അപ്പോൾ പുതിയ ഒരു പൗരൻ സ്കൂളിലേക്ക് പോകുന്നു എന്ന രൂപത്തിൽ ഇട്ട ആ പോസ്റ്റിൻ്റെ പിന്നിൽ വന്ന് കമൻ്റ് ഇട്ട ആൾക്കാരുടെ മനോഭാവം കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് അവസ്ഥയിലേക്ക് പോകുന്നു എന്നത്. അനുകൂലിച്ച് കമൻ്റ് ഇട്ടവരുണ്ട്, എതിർത്ത് കമൻ്റ് ഇട്ടവരുടെ ആ ഭാഷ, ഉപയോഗിക്കുന്ന ഭാഷ, സഭ്യേതരമായ ആ രീതി, അശ്ലീല ചുവയുള്ള ഭാഷ. ഈ കുട്ടിക്ക് മുടി ഇത്തിരി വളർത്തിയ കുട്ടിയാണ്, ആൺകുട്ടിയാണ് മകൻ. മുടി വളർത്തിയിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുമോ? സ്കൂളിൽ പ്രവേശനം കൊടുക്കുമോ? ആശാന് അടുപ്പിലുമാകാം, സാധാരണക്കാർക്ക് ഇതൊന്നും പറ്റില്ലല്ലോ. ഇപ്പം മുടി നീട്ടി വളർത്തിയ ഒരു കുട്ടി സ്കൂളിൽ ആദ്യ ദിവസം ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആ നോംസ് അനുസരിച്ച് മുടി മുറിക്കണോ വേണ്ടോ എന്നൊക്കെ ആ സ്കൂൾ അധികൃതർ തീരുമാനിച്ചോളൂ. അത് പേരൻസ് അതിനെ മാനിക്കും. ഇപ്പോൾ ശബരിനാഥൻ്റെ, ദിവ്യസയുടെ മകൻ മാത്രമാണോ മുടി വളർത്തി സ്കൂളിൽ ആദ്യ ദിവസം പ്രവേശനത്തിന് പോകുന്നത്? ആദ്യ കുറേ ദിവസങ്ങൾ ക്ലാസ്സുകളില്ല, പാഠപുസ്തകം വെച്ച് പഠിപ്പിക്കലില്ല. രണ്ടാഴ്ചയോളം മറ്റ് സിവിക് സെൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കൊച്ചുകുട്ടികളിൽ ഉൾപ്പെടെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ സ്കൂളുകൾക്ക് അതിൻ്റെതായ ചില നോംസ്, വ്യവസ്ഥകൾ, ചട്ടങ്ങൾ ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ എന്താണ്, ആ കുട്ടിക്ക് പനി പിടിക്കും കുളിപ്പിച്ചാൽ, ഇങ്ങനെ മുടി വളർത്തിയാൽ. അപ്പോൾ ചോദിക്കട്ടെ, ഇതേ പ്രായത്തിലുള്ള പെൺകുട്ടികൾ മുടി വളർത്തിയല്ലേ സ്കൂളിൽ പോകുന്നത്, അവർക്ക് പനി പിടിക്കത്തില്ലേ? തികച്ചും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വന്നിട്ട് പോസ്റ്റ് ഇടുക, കമൻ്റ് ഇടുക. എന്നിട്ട് ശബരിനാഥനും കുട്ടി മാത്രമായിരുന്നെങ്കിൽ ഈ പോസ്റ്റ് കൊള്ളാമായിരുന്നു. ഭാര്യയെ, ദിവ്യയെ അതിനകത്ത് കൊണ്ട് ആ ഒരു ഫ്രെയിമിൽ കൂടെ വെച്ചത് ശരിയായില്ല. അടുത്ത വാദഗതികളാണ്. അതായത് അച്ഛനും അമ്മയും കുട്ടിയെ സ്കൂളിലയക്കാൻ എടുക്കുന്ന ഒരു സെൽഫി, ഒരു ഫോട്ടോ. അതിനകത്ത് അമ്മ വേണ്ട, അച്ഛനാണെങ്കിൽ കുഴപ്പമില്ല. എന്താ കാര്യം? ദിവ്യസേരി ഇപ്പോൾ പിണറായി വിജയന്റെ സ്വന്തം ആളല്ലേ. എന്നിട്ട് ചില കമന്റുകൾ, എന്തായാലും പിണറായി വിജയനെ കൂടെ, മുഖ്യമന്ത്രി കൂടെ കണ്ട് അനുഗ്രഹം വാങ്ങണം സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. കാരണം ആണല്ലോ ഇപ്പൊ ദിവ്യസേരുടെ കൺകണ്ട ദൈവം. ഈ വന്നിരുന്ന് വ്യാജ പേരിലും അല്ലാതെയും വന്ന് ഈ കമന്റ് ഇടുന്നവരിൽ നല്ലൊരു പങ്ക് കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന് മനസ്സിലാവും. സൈബർ കോൺഗ്രസ്സുകാർ, അവർ വന്നിരുന്ന് കാണിക്കുന്ന ചില കോപ്രായങ്ങളാണിത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ശബരിനാഥനും ദിവ്യസയ്യർക്കും എന്ത് തോന്നിക്കാണും? പ്രതികരിക്കുമായിരിക്കും. ഇപ്പൊ ശബരിനാഥൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇപ്പൊ രാഷ്ട്രീയമായിട്ട് ദിവ്യസയ്യർ പിണറായി വിജയനെ, മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടാൻ കോൺഗ്രസ്സുകാർക്ക് അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തരം പേഴ്സണൽ വിഷയങ്ങളിൽ മകനെ ആദ്യമായിട്ട് സ്കൂളിൽ അയക്കുന്നതിനെ പറ്റി ഇടുന്ന ഒരു സെൽഫിയുടെ പേരിൽ ഇത്രയും മോശമായ, സംസ്കാരശൂന്യമായ കമന്റുകൾ ഇടുന്ന ഈ പറയുന്ന സൈബർ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ മറ്റുള്ളവർ, നല്ല അഭിപ്രായം ഇട്ട ഒട്ടേറെ പേരുണ്ട്, അവരെ നമ്മൾ മാനിക്കുന്നു. നല്ല കമൻസ് ഇട്ടവര്, അത് അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ. അതിനകത്ത് നിങ്ങളെന്തിനാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്? അത് അവരുടെ ഇഷ്ടം. മുടി വളർത്തി സ്കൂളിലെ കുട്ടിയെ അയച്ചു ഇല്ലയോ എന്നുള്ളത് അവരുടെ ഇഷ്ടം. ഒരു സെൽഫി അതേപറ്റി ഇടുന്നത് അവരുടെ താല്പര്യം. ആ സൗകര്യം ഉണ്ടെങ്കിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. നിങ്ങൾ നോക്കാൻ പോകണ്ട, കമന്റ് ചെയ്യാൻ പോകണ്ട എന്ന് വളരെ ആരോഗ്യകരമായിട്ട് പ്രതികരിക്കുന്ന ഒട്ടേറെ പേര് അതിനകത്തുണ്ട്. ആയിരക്കണക്കിന് പേര് അതിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒന്ന്. 2, നവ്യ നായരുടെ വിഷയമാണ്. നവ്യ നായർ, നടി, കഴിഞ്ഞ ദിവസം
ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ. അതായത് അവർ ഒരു സ്ലീവ്ലെസ് വെള്ള പെറ്റിക്കോട്ട് പോലുള്ള ഒരു ഉടുപ്പ് ധരിച്ച് മാന്യമായ വസ്ത്രം, അത് ഫുൾ നേരിട്ട് അടിമുതൽ മുടി വരെ കണ്ടു കഴിഞ്ഞാൽ വളരെ മാന്യമായ ഡ്രസ്സിങ്ങാണ് അവരിട്ടിരിക്കുന്ന വെള്ള വസ്ത്രം, അറ്റയർ അല്ലെങ്കിൽ ഉടുപ്പെന്ന് പറയുന്നത്. പിന്നെ അവരൊരു രുദ്രാക്ഷ മാലയും ഇട്ടിട്ട് അവർ ചെറിയൊരു വീഡിയോ, ഒരു 2 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതിനെതിരെ കോലാഹലങ്ങളാണ്. എന്നിട്ട് മലയാളത്തിലെ ഏറ്റവും വലിയ മുത്തശ്ശി പത്രത്തിൻ്റെ ഓൺലൈൻ അത് ഏറ്റെടുത്ത് അതിനെപ്പറ്റി ഒരു സ്റ്റോറിയും കൊടുത്തിരിക്കുക. ആ സ്റ്റോറിയുടെ തലക്കെട്ട് തന്നെ വളരെ മിസ്ലീഡിംഗ് ആണ്. അതായത് നാടൻ പെൺകുട്ടിയായിട്ടാണ് ബാലാമണിയെ കാണുന്നത്. ആര്? നവ്യ നായർ നന്ദനത്തിൽ അവതരിപ്പിച്ച കഥാപാത്രമാണ് ബാലാമണി, വേലക്കാരി ബാലാമണി. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശനം, അതാണ് ടൈറ്റിൽ. ഇത് വിമർശനമല്ല, ഇത് അധിക്ഷേപമാണ്. 2 വാക്കിനും വലിയ അർത്ഥവ്യത്യാസമുണ്ടെന്ന് ഈ വാർത്ത കൊടുത്ത മാപ്ര ചിന്തിക്കുന്നുണ്ടോ? മാപ്രകളും ഇത്തരം മനോരോഗ കമന്റ് അടിക്കുന്ന ആൾക്കാരിൽ പെട്ടുപോകുന്നത് മാധ്യമ പ്രവർത്തനത്തിലെ വലിയ ഒരു മോശമായ കാര്യമാണ്. അതും ഏറ്റവും പ്രചാരമുള്ള പത്രത്തിൻ്റെ ഓൺലൈനിൽ. ഈ വാർത്ത ചമച്ച മാധ്യമ പ്രവർത്തനോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ ഈ ടൈറ്റിൽ ഹെഡിങ്ങിൽ നിങ്ങൾ വിമർശനം എന്ന് കൊടുത്താൽ അതിൻ്റെ അർത്ഥം അതിനെ സാധൂകരിക്കലല്ലേ? ഇത് വിമർശനമല്ല, ഇത് അധിക്ഷേപമാണ്. ഒരു നടിയെ, ഒരു വ്യക്തിയെ, ഒരു സെലിബ്രിറ്റിയെ അധിക്ഷേപിക്കുകയാണ് അവരിട്ട് ഒരു പോസ്റ്റിൻ്റെ പേരിൽ, ഒരു വീഡിയോയുടെ പേരിൽ, അല്ല ഒരു ഇമേജിൻ്റെ പേരിൽ. വിമർശനം ഒരു പോസിറ്റീവ് ഇലമെൻ്റാണ്. ആരോഗ്യകരമായിട്ടൊരു വിഷയത്തെ വിമർശിക്കുക, അത് പോസിറ്റീവാണ്. അധിക്ഷേപം നെഗറ്റീവാണ്. അത് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറ്റമാണ്. ഒരു വ്യക്തിയുടെ മാന്യതയെ ഹനിക്കുന്നതാണിത്. ഈ 2 വാക്കുകളുടെ അർത്ഥവ്യത്യാസം അറിയാതെ നവ്യ നായർക്ക് സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനം എന്ന് പറഞ്ഞിട്ട് അതിനെ സാധൂകരിക്കുന്ന മാധ്യമ പ്രവർത്തനം, അത്തരം സ്റ്റോറികൾ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ആ വീഡിയോ യൂട്യൂബിലുണ്ട്, കാണാം. നവ്യ നായരുടെ FB പേജിൽ പോയാൽ കാണാൻ പറ്റും. അതിനകത്ത് എന്ത് അശ്ലീലമാണുള്ളത് എന്ന് ഒട്ടേറെ പേര് നവ്യയ്ക്ക് അനുകൂലമായിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഈ എതിർ കമൻ്റ് ആക്ഷേപിച്ചവർക്ക് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. 1 മില്യണിലധികം ആൾക്കാർ, അതായത് 10 ലക്ഷത്തിലധികം പേര് ഇതിനകം നവ്യ നായരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിന് വരെയുള്ള കണക്കാണ് പറയുന്നത്. 10.2 10 ലക്ഷത്തിൽ 12 ലക്ഷത്തോളം പേര് ഇതിനകം ആ വീഡിയോ, ഈ സ്റ്റോറി ഞങ്ങൾ ചെയ്യുന്ന നിമിഷം വരെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി എത്ര പേര് കാണുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വീണ്ടും പറയുന്നു, ഒരാൾക്ക് അസഭ്യമല്ലാത്ത, അശ്ലീലം തോന്നിപ്പിക്കാത്ത, മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് ഒരു സെൽഫി ഇടാനോ വീഡിയോ ഇടാനൊക്കെയുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഈ രാജ്യത്തുണ്ട്. ആ വസ്ത്രം മോശമാണ്, ഞങ്ങൾക്ക് ബാലാമണിയെ കണ്ടാൽ മതി, നാടൻ പെൺകുട്ടിയെ. അവരൊരു നടിയാണ്. അവർ നന്ദനത്തിൽ വളരെ മനോഹരമായിട്ട് വേലക്കാരി ബാലാമണിയുടെ ഭാഗം ചെയ്തു വേഷം. അതേസമയം അവർ വളരെ മോഡേൺ ആയിട്ടുള്ള വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നടി ഇങ്ങനെ ആകാവൂ, നീ നാടൻ പെൺകുട്ടിയായിട്ട് മാത്രമേ ഇനി അഭിനയിക്കാവൂ, നീ നവ്യ ഇനി ഫേസ്ബുക്കിലോ എവിടെയോ ഇൻസ്റ്റാഗ്രാമിലോ പോസ്റ്റ് ഇട്ടാൽ നാടൻ വേഷത്തിലേ വരാം എന്നൊക്കെ നിർബന്ധിക്കാൻ നമ്മൾ ആരാണ്? അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനെ മാനിക്കണ്ടേ? മാനിക്കുന്നവർ ഒട്ടേറെ പേര് സോഷ്യൽ മീഡിയയിലുണ്ട്. അവരെ നമ്മളും മാനിക്കുന്നു. പക്ഷേ ഇത്തരം മനോരോഗ സമീപനം, ഇത് മനോരോഗമാണ്. ആ മനോരോഗം മാപ്രകൾക്കും പിടികൂടിയാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ വലിയ മുത്തശ്ശി പത്രത്തിൻ്റെ ഓൺലൈനിൽ വന്നിരിക്കുന്ന ഈ പറയുന്ന അതിനെന്താ വാക്ക് പറയേണ്ടത്, വളരെ മടുപ്പുളവാക്കുന്ന ഈ വാർത്ത എന്ന് പറയുന്നത്. ആലോചിക്കുക. ഇനി 3, മനുഷ്യത്വമില്ലായ്മയും മനോരോഗികൾക്ക് ഉണ്ട്, സോഷ്യൽ മീഡിയയിലെ മനോരോഗികൾക്ക്. അതാണ് നമ്മൾ 3ാമത്തെ വിഷയത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെട്ടത്. അതിനെപ്പറ്റി വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ കൈ ഒടിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അദ്ദേഹത്തെ അവിടുന്ന് തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ നിന്ന് സേലം, അവിടെയാണല്ലോ അപകടമുണ്ടായത്,
തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയാണ് വിദഗ്ധ ചികിത്സയ്ക്ക്. അച്ഛൻ മരിച്ചു, അതിൻ്റെ സങ്കടമുണ്ട്. ഒരു കുടുംബം ഒന്നായിട്ട് യാത്ര പോവുകയായിരുന്നു. ഷൈനിൻ്റെ അച്ഛനും അമ്മയും അനുജനും സഹോദരനും കൂടെയാണ് ബംഗളൂരുവിൽ മയക്കുമരുന്നിന് അടിമയാണ് അദ്ദേഹം എന്ന് അദ്ദേഹം തന്നെ പറയുകയും ചികിത്സ വേണമെന്ന് പറയുകയും ചെയ്തിട്ട് ആ കുടുംബം കൂടെ നിൽക്കുന്നവരാണ്. അതിൻ്റെ ചികിത്സയ്ക്ക് ഭാഗമായിട്ട് റീഹാബ് ചികിത്സയ്ക്കാണ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിൽ നിന്ന് മോചനം നേടാനുള്ള റീഹാബ് ചികിത്സയ്ക്കാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്. അപ്പോൾ കമൻറ്റുകൾ, അവനത് വരണം, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അവൻ ഡ്രഗ് അഡിക്റ്റ് അല്ലേ, അവൻ ആയിരിക്കും വണ്ടി ഓടിച്ചത്, അല്ലെങ്കിൽ ഈ അപകടം ഉണ്ടാവും. ഒരു തെളിവില്ലാതെ ആരാ വണ്ടി ഓടിച്ചതെന്ന് ഒരു റിപ്പോർട്ടും വരാതെ വന്നിരുന്ന് കമൻ്റ് അടിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോ അപകടത്തിൽപ്പെട്ട വാർത്തകൾക്ക് താഴെ വന്നിരുന്ന് കമൻ്റ് ഇടുകയാണ്. 100 കണക്കിന് ഇത്തരം വൃത്തികെട്ട് അധിക്ഷേപിക്കുന്ന കമൻറ്റുകൾ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് മയക്കുമരുന്നിന് ഒരാൾ അടിമയാകുന്നത് അയാൾ ഇരയാണ്. അതിൻ്റെ പിടിക്കേണ്ടത് കൊണ്ട് കൊടുക്കുന്നവരെയല്ലേ. നമുക്ക് കിട്ടുന്ന ഒരു ലഹരി നമ്മൾ കിട്ടുമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉപയോഗിച്ചെന്നിരിക്കും. അത് കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ അതിനടിമയാവും. മദ്യമായാലും മയക്കുമരുന്നായാലും കഞ്ചാവായാലും. അപ്പം ആ ഇരയെ രക്ഷിക്കാൻ നമുക്ക് കുടുംബത്തിന് ബാധ്യതയുണ്ട്, സമൂഹത്തിന് ബാധ്യതയുണ്ട്. ഈ വന്നിരുന്ന് കമൻ്റ് ഇടുന്ന മനോരോഗികൾക്ക് ഉത്തരവാദിത്തം വേണ്ടേ? ഒരു ആക്സിഡൻറ്റിൽ പെട്ടു, അതിലൊരു കുടുംബത്തിലൊരു അംഗം, പിതാവ് മരിച്ചു. ആ സങ്കടങ്ങൾ കാണാൻ നമുക്ക് കഴിയാതെ നമ്മൾ എന്തിനാ വന്നിരുന്ന് ഇങ്ങനെ കുറ്റം പറയുന്നത്? നമ്മളവിടെ ഇരയോടൊപ്പം നിൽക്കേണ്ടവരല്ലേ? അയാൾ മയക്കുമരുന്നിന് അടിമയായെങ്കിൽ അയാൾ ഇരയാണ്, വിക്റ്റിമാണത്. ആ വിക്റ്റിമിൻ്റെ കൂടെ നിൽക്കണ്ടേ? ഇരയാക്കപ്പെടുന്ന ആളിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണ്ടേ? അതിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചു വരാൻ പ്രേരിപ്പിക്കണ്ടേ? ഇപ്പം വേടൻ്റെ കാര്യം നമുക്കറിയാം. വേടൻ തുറന്നു സമ്മതിച്ചു, വേടൻ അതിൽ നിന്ന് തിരിച്ചു വരുന്നെന്ന് പറഞ്ഞു. നമ്മൾ ചേർത്ത് പിടിക്കുക. ഇത് ഒരു അപകടം നടന്നു, അപകടത്തിലൊരാൾ വീട്ടിലൊരംഗം മരിച്ചു, അത് ആഘോഷിക്കുക. എന്നിട്ട് ഷൈൻ ടോം ചാക്കോയെ പിന്നെ ചീത്ത വിളിക്കുക, നിനക്കിത് വരണം. എന്ത് മനുഷ്യത്വമില്ലായ്മയാണ് വന്നിരുന്ന് തള്ളുന്നത് കമൻറ്റുകൾ എന്ന് പറഞ്ഞിട്ട്. ഇതിനെ എതിർത്ത് ഒട്ടേറെ കമൻറ്റുകൾ വേറെ വന്നിട്ടുണ്ട്. നല്ലവരായ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വന്നത്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, അവരെ ചേർത്ത് പിടിക്കേണ്ട സമയമല്ലേ ഇത്? ഇത്തരം നികൃഷ്ടമായ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി നടത്തുന്ന മലയാളികൾ ഒന്നും രണ്ടുമല്ല, ഒട്ടേറെ പേരുണ്ട്. 100 കണക്കിന് 1000കണക്കിനുണ്ട്. അവരുടെ തിരിച്ചറിവിലേക്കാണ് ഞങ്ങൾ ഇത്രയും പറഞ്ഞത്. ഈ 3 സംഭവങ്ങൾ എടുത്തത്. ഈ പറയുന്ന ശബരിനാഥൻ്റെയും ദിവ്യസയ്യരുടെയും വിഷയം, നവ്യ നായരുടെ വിഷയം, മാപ്രകൾ അത് ഏറ്റെടുത്ത രീതി, അതുപോലെ ഷൈൻ ടോം ചാക്കോയുടെ വിഷയം. നമുക്ക് മനുഷ്യത്വമില്ലാതെ എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയും? നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങളിത് എങ്ങനെ പെരുമാറും? നിങ്ങളുടെ ബന്ധുക്കൾ പോയൊരു കാർ അപകടത്തിൽപ്പെട്ടാൽ നിങ്ങളിങ്ങനെ പറയുമോ? ഈ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ട് ഷൈനെയും നവ്യ നായരെ പോട്ടെ, ഷൈനെ ചീത്ത വിളിക്കുന്ന ഈ അപകട കാര്യത്തിൽ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനൊന്നും പറ്റിയാൽ നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുകയോ? കുറച്ചൊക്കെ മാന്യത, മര്യാദ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുമ്പോഴും, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെ യൂട്യൂബിൽ കമൻ്റ് ഇടുമ്പോഴും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ മര്യാദ ആവാം. ഇങ്ങനെയൊന്നും ആവരുത്. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഇലക്ട്രോണിക് വോയിസിൽ പറയാനുള്ളത് ഇത്രമാത്രം.